പ്രസാധകയും എഴുത്തുകാരിയുമായ എം.എ. ഷഹനാസിന് ജാമ്യമില്ലാ വാറണ്ട്. എഴുത്തുകാരൻ വി.ആർ. സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് വാറണ്ട്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത സിഐക്ക് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മെമ്മോ അയച്ചു. അജി കുഞ്ഞുമോനുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അജി, എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം? ഇക്കാര്യത്തിൽ ഷഹനാസിന്റെയും സിഐയുടെയും ഒക്കെ വിശദീകരണം എന്താണ്? 2023 ഗോകുൽ ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഡിസംബർ 26, 2025 ഷഹനാസ് കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. 2026 ഫെബ്രുവരി മാസം 5-ാം തീയതി, അതായത് ഈ മാസം 5-ാം തീയതി SHOയ്ക്ക് കോടതി മെമ്മോ നൽകുകയാണ്. അതായത് ബേപ്പൂർ SHOയ്ക്കാണ് കോടതി മെമ്മോ നൽകുന്നത്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് SIക്ക് മെമ്മോ നൽകിയിരിക്കുന്നത്. 2025 ജൂൺ 25 ബെയിലബിൾ, അതായത് 2025 ജൂൺ 28 ബെയിലബിൾ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നു. അന്നും ഷഹനാസ് കോടതിയിൽ ഹാജരായിട്ടില്ല. പിന്നീടാണ് 2025 ഡിസംബർ മാസം 16-ാം തീയതി ജാമ്യമില്ലാ വകുപ്പ് മൂഞ്ചും, നല്ല 8 നിലയിൽ മൂഞ്ചും. എന്തൊക്കെ കൊടുത്തിട്ടും കൊണ്ടും കൊടുത്തും പലതും നേടാമെന്ന് ഷഹനാസ് കരുതുന്നുണ്ടെങ്കിൽ ഷഹനാസ് നടക്കൂല. ഇപ്പോൾ ഷഹനാസിൻ്റെ ഈ നോൺ ബെയിലബിൾ അറസ്റ്റ് വാറണ്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് ഒരു തവണ. ഇതിപ്പോൾ എന്താണ്? ഈ നോൺ ബെയിലബിൾ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിട്ടും ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനാണ് ബേപ്പൂർ SHOക്ക് മെമ്മോ നൽകിയിരിക്കുന്നത് കോഴിക്കോട്ടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ആദ്യം അറസ്റ്റ് വാറണ്ട് പോയി, കോടതിയിൽ ഹാജരായില്ല. പിന്നീട് അത് നോൺ ബെയിലബിൾ അറസ്റ്റ് വാറണ്ടായി, വീണ്ടും കോടതിയിൽ ഹാജരാവുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അറസ്റ്റ് ചെയ്ത് ഹാജരാക്കടോ, ഇഷ്യൂ വാറണ്ട് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കോടതി പറഞ്ഞിരിക്കുന്നത്. ഷഹനാസിൻ്റെ കാര്യത്തിൽ കുമ്മള പറത്തിയതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്തപ്പോൾ കുമിളയാണ് പറത്തിയത്. ആയിക്കോട്ടെ, പറത്തിക്കോ. ഇതിപ്പോൾ കേസ് രാഹുലിൻ്റേതല്ല, ഇത് മറ്റൊരു കേസാണ്. 2023 കേസാണ്. അറസ്റ്റ് വാറണ്ടായി, കോടതിയിൽ ഹാജരായില്ല. ഇപ്പം നോൺ ബെയിലബിളായി, അതും ഹാജരായില്ല. എന്നിട്ട് അറസ്റ്റ് ചെയ്യാത്തതിന് മെമ്മോ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ്? അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഷഹനാസിന് കോടതി പോകേണ്ടി വരും. അത് ആ കേസിൽ. എല്ലാ കേസിലും ഷഹനാസ് ഇങ്ങനെ മുങ്ങി നടക്കാം, കോടതിയിൽ ഹാജരാവാതെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കാമെന്ന് ഷഹനാസ് കരുതുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത കേസുകൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഡിഫാമേഷൻ കേസിൽ, ആ കേസിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയത്, അതൊക്കെ മറ്റേതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും നമുക്കറിയാത്ത കേസുകളാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം നൽകിയ കേസിൽ ഷഹനാസിനെ പൂട്ടിയിരിക്കുമെന്നുള്ളതാണ് ഉറപ്പാണ്. ഷഹനാസ് ഇതിപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ പറയുന്ന 2023 വി.ആർ. സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയും കൊടുത്തിരിക്കുന്നത് അപകീർത്തി ഇതിപ്പോൾ ഇവിടെ 2026 രാഹുൽ മാങ്കൂട്ടവും നൽകിയിരിക്കുന്നത് മാനനഷ്ട കേസാണ്. ഇത് ഇവളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എന്താ പരിപാടി? എല്ലാവർക്കും പോയി കിടന്നുകൊടുക്കുക, എന്നിട്ട് മാക്സിമം പൈസ ഉണ്ടാക്കുക. എന്നിട്ട് പൈസ ഉണ്ടാക്കി കുറേ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ തെറ്റും, അല്ലെങ്കിൽ ഇവർ കൂടുതൽ പൈസ ചോദിക്കുമ്പോൾ മറ്റവൻ മെല്ലെ ഒഴിഞ്ഞു മാറും. അപ്പോൾ എന്താക്കുക? അപ്പോൾ കേസ് കൊടുക്കുക. എന്നല്ല, അപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ആ വ്യക്തിയെ കോഴിയും പീഡകനും വഞ്ചകനും ബലാത്സംഗ വീരനും ഒക്കെ ആക്കി മാറ്റുക. ഇതാണ് സ്ഥിരം പരിപാടിയാണ്. ഏർപ്പാട് സ്ഥിരമായിട്ടുള്ളതാ. എന്ന് മുതൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ +2 യുണീക്ക് കോളേജിൽ, രാമനാട്ടുകരയിൽ യുണീക്ക് കോളേജിൽ പഠിക്കാൻ ചേർന്ന അന്ന് പഠിക്കാൻ വളരെ പിറകോട്ടായിരുന്നു. ഇപ്പോൾ +2 പാസ്സാക്കണം. എന്തായി? ഒരു ട്യൂഷന് പോയി. എവിടെ? ട്യൂഷൻ അധ്യാപകൻ്റെ അടുത്ത് ട്യൂഷന് പോയി. അവസാനം എന്തായത്? +2 പാസ്സാകുന്നതിന് മുമ്പ് എന്തായി? ഗർഭിണിയുമായി, കുഞ്ഞിന് ജന്മവും നൽകി, അധ്യാപകൻ്റെ തലയിലുമായി. മനസ്സിലായില്ലേ? അവസാനം എം.എ. ഷഹനാസ് എന്ന് പറയുന്ന ആള് പ്രിയ സജീഷായി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഏർപ്പാട് അങ്ങനെ നമ്മൾ ചില ആളുകളെ കാണും. ചില ആളുകൾ ഇപ്പം നമുക്ക് പരിചയത്തിലെ ചില ആളുകൾ അങ്ങനെ ഉണ്ട്.
വലിയ ടാലൻറ്റോ അല്ലെങ്കിൽ വലിയ ഒന്നും ഉണ്ടാവില്ല. നേടിയതൊക്കെ ഇത്തരത്തിൽ കിടന്നു കൊടുത്ത് മാംസം വിറ്റ് പലതും നേടിയ ആളുകൾ. നിങ്ങൾക്ക് അറിവിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എൻ്റെ അറിവിലുണ്ട് ഒരാൾ. മനസ്സിലായില്ലേ? എല്ലാം ജീവിതം എന്ന് പറയുന്നത് എല്ലാ പ്രതിസന്ധികളിലും പിന്നെ അടുത്ത പരിപാടി എന്താണ്? ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെ തരണം ചെയ്യാനുള്ള വഴി എന്താ? ബാക്കിപ്പോൾ പലർക്കും തരണം ചെയ്യാൻ പല സൊല്യൂഷനുകൾ ഉണ്ടാവും. ഇതിന് ഇവിടെ ചില ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ചില ആളുകൾ അങ്ങനെയുണ്ട്. ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധി അത് സാമ്പത്തികമാവട്ടെ ഇനി അല്ലാത്തതാവട്ടെ എന്ത് പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിയെ നേരിടുക എങ്ങനെയാ? കടന്നു കൊടുത്തിട്ട്. അതുണ്ട്, എനിക്കറിയുന്ന ആളുണ്ട് അങ്ങനെ. ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെ അത്രയും കടന്നു കൊടുത്ത് തരണം ചെയ്ത വ്യക്തികളുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ടെന്നേ. അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെ ഏർപ്പാടെന്താ? ഇതുപോലെയാ. എല്ലാം ഇങ്ങനത്തെ ആളുകൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ എന്താ ഉണ്ടാവുക? പുറത്ത് ഭയങ്കര പേരൊക്കെ ആയിരിക്കും. പേരെന്ന് പറഞ്ഞാൽ മേ ബി ഇപ്പം ഞാൻ പറയാം, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ചിലപ്പോൾ ഇപ്പോൾ ഷഹനാസിനെ പോലെ എഴുത്തുകാരി ആ ലേബലായിരിക്കും, അല്ലെങ്കിൽ സംരംഭക, അതല്ലെങ്കിൽ ടീച്ചർ, ഇങ്ങനെ പല ലേബലുകൾ പലതുണ്ടാകും. പക്ഷേ ഈ പറയുന്ന ക്വാളിറ്റിയോ ടാലൻറ്റോ അതിൻ്റെ അടുത്തൂടെ 7 അയലത്തൂടെ പോയിട്ടുണ്ടാവില്ല. ഫുള്ള് ഉടായിപ്പായിരിക്കും പരിപാടി. ഫുള്ള് ഉടായിപ്പ് പരിപാടികളായിരിക്കും. എല്ലാത്തിനും കുറുക്ക് വഴികൾ ഉണ്ടാകും. പിന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധാരണ നമ്മൾ കൈക്കൂലിയൊക്കെ കൊടുക്കുക. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊക്കെ കൊടുക്കൂലേ, അതുപോലെ ഇവരും അങ്ങനെയാണ്. ഇവരുടെ ഈ പറയുന്ന ലേബലുകൾ, ഈ പറയുന്ന ടീച്ചർ അല്ലെങ്കിൽ കലാകാരി അല്ലെങ്കിൽ സംരംഭക, ഇങ്ങനെയുള്ള ഈ ആളുകൾക്ക്, ഇത്തരം ആളുകൾക്കുള്ള ലേബലുകളെ നിലനിർത്താൻ അവർ ചെയ്യുന്ന ഏർപ്പാടെന്താണ്? കടന്നു കൊടുക്കുക. മനസ്സിലായില്ലേ? ഈ കടന്നു കൊടുക്കും എന്ന് മാത്രമല്ല, ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർ ഇതൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ തെറ്റുമല്ലോ. തെറ്റിക്കഴിഞ്ഞാൽ അന്ന് കൂടെ കിടന്നവൻ പിന്നീട് അങ്ങോട്ട് ആജന്മ ശത്രുവായിരിക്കും, അവൻ വലിയ കുഴപ്പക്കാരനുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് അങ്ങോട്ട് അവൻ ആജന്മ ശത്രുവായിരിക്കും, അവൻ കുഴപ്പക്കാരനുമായിരിക്കും. ഇവർക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇങ്ങനത്തെ ആളുകൾക്ക്. ഞാനിത് ഇങ്ങനെ ഇപ്പം ഈ പറയുന്ന ഷഹനാസിനെതിരെ VR സുധീഷിൻ്റെ ഈ പറയുന്ന ഒരു പരാതി, അപകീർത്തി പരാതിയാണല്ലോ. അതിലാണല്ലോ നോൺ ബെയിലബിൾ അറസ്റ്റ് വാറണ്ട് വരുന്നത്. ആദ്യം അറസ്റ്റ് വാറണ്ട് വരുന്നു, ബെയിലബിൾ അറസ്റ്റ് വാറണ്ട് വരുന്നു, പിന്നെ നോൺ ബെയിലബിൾ ആവുന്നു, പിന്നെ അത് അറസ്റ്റ് വാറണ്ടിൽ അറസ്റ്റ് ഉണ്ടാവാത്തതിനെ തുടർന്ന് കോടതി പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു, എന്തേ അറസ്റ്റ് ഉണ്ടാവാത്തത്, എന്തേ അറസ്റ്റ് ചെയ്ത് ഹാജരാവാത്തത്, മെമ്മോ അയക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിപ്പോൾ ഞാൻ കുറേ ആളുകളെ നിരീക്ഷിച്ചത് എനിക്ക് മനസ്സിലായതാണ്. ഇവർക്ക് ഈ പല കാണുന്ന പുരുഷന്മാരോടൊക്കെ ഒരു മോഹം തോന്നും, അവരോടൊരു ആഗ്രഹം തോന്നും. അപ്പോൾ കിട്ടിയാൽ എന്താ കുഴപ്പം? ആ പുരുഷനെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇവർ കുറേ കാലം കൊണ്ടു നടക്കും, ഉപയോഗിക്കും, ഇവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ അവൻ ആജന്മ ശത്രുവാകും. അവനിക്കില്ലാത്ത കുഴപ്പങ്ങൾ പിന്നീടുണ്ടാവില്ല. അവൻ ഭൂലോക പ്രശ്നക്കാരനാവും, അവൻ ഈ പറയുന്ന രീതിയിൽ കോഴിയാവും, അവൻ ലൈംഗിക വൈകൃതമുള്ളവനാവും, ഒക്കെ ആവും. ഇനി മറ്റൊരു രീതി കൂടിയുണ്ട്. ഇത് 2 വശമുണ്ട് ഇതിന്. ഈ ഏതാണിനെ കണ്ടാലും ഇവർക്ക് തോന്നുന്നത് അടുത്തത് ആ ആണിനെ കിട്ടണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വന്തമാകണം, അല്ലെങ്കിൽ കിട്ടണം, അവനെ യൂസ് ചെയ്യാൻ കിട്ടണം എന്നൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാവരെയും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല, ചില ആളുകളെ കിട്ടൂല. അപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം എന്താണ്? പിന്നെ അവനെതിരെ ഗോസിപ്പുകൾ പറഞ്ഞു നടക്കുക, അവനെ മോശക്കാരനാക്കുക, അവനെ ഭയങ്കര പ്രശ്നക്കാരനാക്കുക. ഇവരുടെ ഈ ഫ്രണ്ട് സർക്കിളുകളിലും അല്ലാത്ത ഇടങ്ങളിലും അവനെക്കുറിച്ചുള്ള അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക കിട്ടിയിട്ടില്ലെങ്കിൽ. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട്, അങ്ങനെ ശ്രമങ്ങളുണ്ട്. ഇനി ഇവർ വേറൊരു ഒരു ഘട്ടം കൂടി ഇവർ ചെയ്യാനുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഒരു പുരുഷനെ ഇവർ നോട്ടിട്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്കൻഡ് എന്താണ്? ആ പുരുഷൻ ഒരു ഫാമിലി ഉള്ള വ്യക്തിയാണെന്ന് കരുതുക. മനസ്സിലായില്ലേ?
പിന്നെ അടുത്ത സെക്കൻഡ് എന്താ പരിപാടി അറിയാം? ആ പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആ ഫാമിലിയെ തകർക്കുക. ആ ഫാമിലിയെ തകർക്കാൻ വേണ്ടതൊക്കെ ചെയ്യുക. ആ ഫാമിലിക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. ഇതൊക്കെ ചെയ്തിട്ട് ആ ഫാമിലിയെ തകർത്തിട്ട് ആ പുരുഷനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും, അല്ലേ? ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഷഹനാസിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്ക് എന്നാണ് കോടതി ഇപ്പം മെമ്മോ അയച്ച്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കൺമുന്നിലുണ്ടല്ലോ, കോഴിക്കോടുണ്ടല്ലോ, ബീച്ചിലുണ്ടായിരുന്നല്ലോ ഒക്കെ പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ആളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നില്ല എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. മെമ്മോ അയച്ചിരിക്കുകയാണ് പോലീസുകാർ. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നില്ല എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ ഷഹനാസെ, ഇത്രയും ദിവസം നീ കണ്ട ആളുകളെ പോലെയല്ല രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിൽ നീ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്, ശരിയാ, ഞാൻ അതല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, നീ ഇത്തരക്കാരിയാണ്, നീ കൂടെ നിന്ന് വഞ്ചിക്കുകയായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ബോധ്യമായത് ഇപ്പോഴാണ്. ഇനി നീ കാണാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ്റൊരു മുഖമാണ്. നീ ഇത്ര ദിവസം പറഞ്ഞ അവൻ കോഴിയാണ്, അവൻ ലൈംഗിക വൈകൃതമുള്ളവനാണ്, അവനെ ആശുപത്രി കൊണ്ടുപോകണം, അവനെ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ ആ രാഹുലിനെയല്ല നീ കാണാൻ പോകുന്നത്. ഇനി നീ രാഹുലിനെ കുറിച്ച് എന്താ പറയാൻ പോകുക എന്നറിയാമോ? അവനെ കണ്ടാൽ വെടിവെച്ച് കൊല്ലണമെന്ന് നീ പറയും. കാരണം ഇനി അങ്ങോട്ട് നീ ഇത്രയും ദിവസം കണ്ട രാഹുലിനെ അല്ല ഇനി നീ കാണാൻ പോകുന്നത്. നീ ഇത്ര ദിവസം ക്രൂരനായിരുന്നു രാഹുലിനെയാണ് കണ്ടതെങ്കിൽ ഇനി നീ കാണാൻ പോകുന്നത് അതിക്രൂരനായ രാഹുലിനെയാണ്. മനസ്സിലായില്ലേ? രാഹുലിൻ്റെ മറ്റൊരു മുഖം ഇനി നീ കാണും, നിന്നെ കാണിക്കും. നീ എത്രയൊക്കെ മുങ്ങിയാലും, നീ കോടതിയിൽ ഹാജരാവാതിരുന്നാലും, നിന്നെ കോടതിക്ക് മുന്നിലെത്തിക്കുവാനും നിന്നെ നിയമത്തിന് മുന്നിലെത്തിക്കുവാനുമുള്ള വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ഞാൻ പറയാം, നീ കണ്ടിട്ടില്ല, ആണിനെ നീ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നീ കണ്ട ആണുങ്ങൾ അവരുടെ സ്വഭാവം എന്താണ് യഥാർത്ഥത്തിലെന്ന് നിന്നെ കാണിച്ചിട്ടില്ല. അത് നിനക്ക് അതൊരു പോരായ്മയാണ്. ഇപ്പം രാഹുൽ ആണെങ്കിലും അതാണ് പറ്റിയത്. രാഹുൽ യഥാർത്ഥ രാഹുൽ ആരാണെന്ന് നിന്നെ കാണിച്ചില്ല. നിന്റെ മുമ്പിൽ അയാൾ പലതും വളരെ സോഫ്റ്റായിട്ട് വളരെ മാന്യമായിട്ട് പെരുമാറി. അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. യഥാർത്ഥ ആണെന്താണെന്നുള്ളത് ഇനി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ.